ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷയാൻസ് പ്രോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു രാത്രിക്കത്തെ ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റെസിപ്പി ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രി ഉണ്ടാക്കിയപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തത് മാത്രം. അപ്പോൾ അത് ഇന്ന് അൽഫാമും അതുപോലെ തന്നെ നമ്മൾ യമനി റൊട്ടിയാണ് ഉണ്ടാക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അൽഫാമൊക്കെ അത് ഞാൻ ഓവനിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റാക്കി വെച്ചതാണ്. അപ്പോൾ തന്നെ യമനി റൊട്ടി ഉണ്ടാക്കണേ കിടക്കാം. അപ്പോൾ ഇതിനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിനൊരു 3 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത്. നമുക്ക് ലൈക്കും സപ്പോർട്ടൊക്കെ വളരെ കുറവാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും മനസ്സറിഞ്ഞൊന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കോഴിമുട്ട എണ്ണയിലേക്ക് പൊട്ടിച്ച് ചേർക്കുന്നത്. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കട്ടെ. പൊറോട്ടനെക്കാട്ടി നല്ല എളുപ്പം തന്നെ നമുക്ക് തയ്യാറാക്കിയിട്ട് എന്നാൽ പൊറോട്ടനെക്കാട്ടി ടേസ്റ്റ് ഉണ്ട്. ചൂടോടുകൂടി കഴിക്കുവാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അത് നന്നായിട്ടൊന്ന് നമ്മളെ മുട്ടയും ഉപ്പും പഞ്ചസാരയും കൂടി ഒന്ന് മിക്സായിട്ട് വരട്ടെ. ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. നേരെ ചൂടുവെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ മിക്സാക്കി എടുക്കുക. ഇത് കുറച്ച് ഓയിലും കൂടിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിലിലേക്ക് നെയ്യ് എന്തായാലും കുഴപ്പമില്ല, ഞാൻ ഇവിടെ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കൈവച്ച് കുഴച്ച് കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് കൈ വെച്ച് കുഴച്ചതിന് ശേഷം ഇവിടെ കൗണ്ടർ ടോപ്പിലേക്ക് ഇട്ടിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. നന്നായി കുഴക്കണം. എത്രത്തോളം മാവ് സോഫ്റ്റ് ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രത്തോളം മാവ് സോഫ്റ്റാക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് കുഴച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണ്, നിങ്ങളുടെ ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറയണേ. അപ്പോൾ അത് ഏകദേശം നന്നായി നമ്മളെ മാവൊക്കെ എല്ലാം സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ ഒന്ന് ഓരോ ബോളാക്കിയിട്ട് മുറിച്ചെടുക്കണം. അപ്പോൾ അതൊരു കത്തി വെച്ചിട്ട് ഞാൻ മുറിച്ചെടുക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഓരോ ബോളാക്കി വെക്കാം. അപ്പോൾ അതിന് ഓരോ ബോൾസ് എടുത്തിട്ട് ഞാൻ ഇവിടുത്തെ പോലെ പരത്തി കൊടുക്കുകയാണ്. ഇതുപോലെ പരത്തി കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ അതുപോലെ പരത്തിയതിന് ശേഷം ഞാനിതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കുക. എന്നിട്ട് ആ സൈഡിൽ നിന്ന് ഈ സൈഡിലേക്ക് മടക്കി കൊടുക്കണം. ഇതൊക്കെ വീഡിയോ കണ്ടതിന് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇനി അവിടെയുമാണ് ഓയിൽ തേച്ച് കൊടുക്കുക. ഇതുപോലെ തന്നെ ഈ സൈഡിലേക്ക് മടക്കി കൊടുക്കുക. അവിടെ ഓയിൽ തേച്ച് കൊടുക്കണം.
എന്നതിന് ശേഷം അപ്പുറത്ത് ഈ സൈഡിലേക്ക് മടക്കി കൊടുത്തിട്ട് അവിടെ ഇതുപോലെ തന്നെ ഓയിൽ തേച്ച് കൊടുക്കുക. ഓയിൽ ഓവറൊന്നും തേച്ച് കൊടുക്കണില്ല. കുറച്ച് നമുക്കൊന്ന് ഓയിൽ കുറവ് വേണ്ടിയവർക്ക് കുറച്ച് തേച്ച് കൊടുക്കുക, ഓവർ വേണ്ടിയവർക്ക് ഓവർ തേച്ച് കൊടുക്കുക. ഇത് നമുക്ക് ഇതൊക്കെ ഇതുപോലെ ബാക്കിയുള്ള ബോൾസ് ഇതുപോലെ ആക്കിയിട്ട് മാറ്റി വെക്കാം. ഇനി അടുത്ത് നമുക്കിതുപോലെ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അത് എല്ലാ ബോൾസും ഞാനിത് അതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് പരത്തി ചുട്ടെടുക്കണം. പരത്തലും ചുടലും കൂടി ഒപ്പാക്കിയാൽ പെട്ടെന്ന് കഴിയും. ചുട്ടെടുക്കാനൊന്നും അധികം പണിയില്ല, അതുപോലെ പരത്തി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇതാ ഞാൻ 4 സൈഡായിട്ടാണ് പരത്തി കൊടുക്കുന്നത്. ഇതുപോലെയാണ് ഇതിൻ്റെ ഷേപ്പ് വരേണ്ടത്. പിന്നെ ഞാൻ പൊടിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ഇതുപോലെ തന്നെ ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് പരത്തി കൊടുത്താൽ മതി. ഇനി നമുക്കൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ അതാ രണ്ടെണ്ണം അവിടെ പരത്തി വെച്ചതിന് ശേഷം ചുടാൻ പോണത്. അപ്പോൾ പെട്ടെന്ന് ചുടെല്ലാം കഴിഞ്ഞിട്ടു. നന്നായിട്ട് പൊള്ളച്ചൊക്കെ വരുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് കരിഞ്ഞ് പോയിട്ടുണ്ട് ഫസ്റ്റത്തത്. തീ കുറച്ച് ഓവറായിരുന്നു. പിന്നെ ഇട്ടതൊക്കെ നന്നായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.